ക്ലാസ് 10 കെമിസ്ട്രിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചാപ്റ്റർ ആണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഹൈഡ്രോ കാർബണിന്റെ പേര് കൊടുക്കാൻ, IUPAC നെയിം കൊടുക്കാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കൂടുതൽ നമ്പർ എന്താണ് കാർബണാറ്റുമുള്ള ആ ഒരു ലോങ്സ്റ്റ് ചെയിൻ ആണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ബ്രാഞ്ചസ് ആണെന്നുണ്ടെങ്കിലും ബ്രാഞ്ചസ് വഴിയാണെന്നുണ്ടെങ്കിലും എന്താണ് കൂടുതൽ കാർബണാറ്റം ഉള്ള ആ ഒരു ചെയിൻ നിങ്ങൾ ആദ്യമേ കണ്ടുപിടിക്കുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ അല്ലെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ എന്താണ് ബ്രാഞ്ചസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ എന്താണ് ബ്രാഞ്ചസ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ വരുവാണെങ്കിൽ അതിനൊക്കെ ലോവസ്റ്റ് നമ്പർ വരണം. ഓക്കെ ആണല്ലോ, അത് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം അല്ലെ, വേർഡ് റൂട്ട് കൊടുക്കുക, സഫിക്സ് കൊടുക്കുക അല്ലെ, അതനുസരിച്ചിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പൊ ബ്രാഞ്ചസ് ഒക്കെ ഒന്നിൽ കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് നമ്മൾ ഡൈ എന്ന് പറഞ്ഞു കൊടുക്കാറ്. 2 മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഡൈ മീഥൈൽ, 3 മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ട്രൈ മീഥൈൽ. അതിന്റെ കൂട്ടത്തിൽ എന്താണ് ആ നമ്പേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ. നമ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് കോമ ആയിട്ട് ആഡ് ചെയ്തിട്ട് ട്രൈ മീഥൈൽ ഡൈ മീഥൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേർഡ് റൂട്ട് സഫിക്സ് അങ്ങനെ കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പം ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എഴുതുവാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഷുവറായിട്ടും ചോദിക്കുന്നതാണ് IUPAC നെയിം എഴുതാൻ കേട്ടോ. ഞാൻ കുറച്ച് എക്സാമ്പിൾ കൊടുത്തേക്കാം, അതും കൂടെ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക.